കൊടുംകുറ്റവാളി ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടത്തിൽ 16 സഹതടവുകാരെ ചോദ്യം ചെയ്ത് അന്വേഷണ സംഘം. പലരും ചോദ്യം ചെയ്യലുമായി സഹകരിച്ചില്ല എന്നാണ് വിവരം. കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജിന്റെ നേതൃത്വത്തിൽ നാളെ അന്വേഷണ സംഘം യോഗം ചേരും. ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടത്തിലെ അവിശ്വസനീയത ഇപ്പോഴും തുടരുകയാണ്. ജയിലിനകത്ത് ഗോവിന്ദച്ചാമിക്ക് ആരുടെയൊക്കെ സഹായം കിട്ടിയെന്ന ചോദ്യവും ബാക്കിയാണ്. 16 തടവുപുള്ളികൾ ഉൾപ്പെടെ ജയിലിനകത്തെ 20 പേരെ ചോദ്യം ചെയ്തെന്നാണ് അന്വേഷണ സംഘത്തിൽ നിന്ന് ലഭിക്കുന്ന വിവരം. രാത്രി വൈകിയും ഗോവിന്ദച്ചാമി ഉറങ്ങാതെ പലതും ചെയ്യാറുണ്ടെന്നാണ് സഹതടവുകാരൻ തേനി സുരേഷിന്റെ മൊഴി. ജയിലിൽ അഴിരാകാറുണ്ടെന്നും തേനി സുരേഷ് മൊഴി നൽകിയിട്ടുണ്ട്. ജയിൽ ചാട്ട സമയത്ത് ഡ്യൂട്ടി പോയിന്റിൽ സ്റ്റാഫ് ഉണ്ടായിരുന്നില്ല. രാത്രി ഡ്യൂട്ടിയിൽ പല സമയത്തും സ്റ്റാഫ് ഉണ്ടാവാറില്ല എന്നും മൊഴി ലഭിച്ചിട്ടുണ്ട്. 4 തടവുകാർക്ക് ജയിൽ ചാട്ടത്തെപ്പറ്റി നേരത്തെ അറിയാമെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. 10ലേറെ തടവുകാർ ചോദ്യം ചെയ്യലുമായി സഹകരിക്കുന്നില്ലെന്നും വിവരമുണ്ട്. അതേസമയം നാളെ സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജിന്റെ നേതൃത്വത്തിൽ അന്വേഷണ സംഘം യോഗം ചേരും. വിയ്യൂർ ജയിലിൽ കഴിയുന്ന ഗോവിന്ദച്ചാമിയെ വീണ്ടും ചോദ്യം ചെയ്യുന്നതിന് മുന്നോടിയായാണ് യോഗം. യോഗത്തിൽ ഇതുവരെയുള്ള അന്വേഷണ പുരോഗതി വിലയിരുത്തും. ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടം കനത്ത സുരക്ഷാ വീഴ്ചയായാണ് വിലയിരുത്തപ്പെടുന്നത്. 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.